മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുസ്ലിംസിൻ്റെ നോയമ്പെല്ലാം കഴിഞ്ഞു, അവർ പെരുന്നാൾ ആഘോഷിച്ചങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ നോയമ്പ് 40 ദിവസമാണ്. ഈ 40 ദിവസം നോയമ്പ് നോക്കുന്നു എന്ന് പറയുന്നത് അതിനകത്ത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് അത് നടക്കുന്നത്. വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുന്ന ഈ നോയമ്പ് എവിടെയൊക്കെയാണ് ഈ 40 ദിവസം നോയമ്പിൻ്റെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്നലെ മാർച്ച് 25 വലിയൊരു പെരുന്നാളാണ്. എന്തുകൊണ്ടാണ് വലിയ പെരുന്നാളെന്ന് പറയുന്നത് അറിയാമോ? യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിലോട്ട് കന്യക മറിയാമിൽ ഭൂജാതനാകാൻ പോകുന്നു എന്ന് മാലാഖ സ്വർഗത്തിൽ നിന്ന് വന്ന് പറയുന്ന ആ വലിയ ദിവസമായിരുന്നു അനൻസിയേഷൻ. അതൊരു വലിയ ദിവസമാണ്. ആ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മോക്ഷം ലഭിക്കില്ലായിരുന്നു. കാരണം ക്രിസ്തു ജനിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് മാലാഖയെ അയച്ചതാണ്. ആ ദിവസമായിരുന്നു ഇന്നലെ. നാളെ അതുപോലെ തന്നെ ഒരു വലിയ ദിവസമാണ് 40-ാം വെള്ളി. 40-ാം വെള്ളി എന്ന് പറഞ്ഞാൽ 40 ദിവസത്തെ നോയമ്പ് അവസാനിക്കുന്ന ദിവസമാണ്. നാളെ 40 ദിവസമായി ക്രിസ്ത്യൻസിന് വലിയ നോയമ്പ് ആരംഭിച്ചിട്ട്. ഇനിയുള്ള 10 ദിവസം പീഡാനുഭവത്തിൻ്റെ ദിവസങ്ങളാണ്. അതായത് കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുകയും കബറടക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ ഈ 40 ദിവസത്തിന് എന്താണ് പ്രത്യേകത? 3 സ്ഥലത്ത് ഞാൻ പറഞ്ഞു തരാം. മോശ, ഏലിയാവ്, നമ്മുടെ കർത്താവ്, ഇവർ 3 പേരും 40 ദിവസം നോയമ്പെടുത്തു. ഈ നോയമ്പെടുത്തതുകൊണ്ട് പല കാര്യങ്ങളും നേടുകയാണ്. ആത്മീയ ചൈതന്യം ലഭിക്കുകയാണ്. ആത്മശരീര മനസ്സുകളെ നമ്മൾ തിരികെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം, വേദപുസ്തകത്തിലെ 2ാമത്തെ പുസ്തകമാണ് പുറപ്പാടിൻ്റെ പുസ്തകം. 34:28 നമ്മൾ മോശ നോയമ്പ് നോക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ വെള്ളം കുടിക്കുകയോ ചെയ്യാതെ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെയായിരുന്നു. അവൻ കൽപ്പനകളിന്മേൽ ഉടമ്പടിയുടെ വചനങ്ങൾ 10 കൽപ്പനകൾ എഴുതി വെച്ചു. അപ്പോൾ 40 ദിവസത്തെ ആ ഉപവാസത്തിനും നോയമ്പിനും രാവും പകലും ഉണ്ടായതിന് ശേഷമാണ് ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് എഴുതി കൊടുത്തത്. പിന്നെ രണ്ടാമത് ഏലിയാവ് 40 ദിവസം നോമ്പ് മാറ്റതിനെ കുറിച്ചാണ് പറയുന്നത്. അതെവിടെയാണ് പറയുന്നത്? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 8-ാം തിരുവചനത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏലിയാവും ഇതുപോലെ 40 ദിവസം നോയമ്പെടുത്തു. നോയമ്പെടുത്തതിന് ശേഷം ഹോറോബിലോട്ട് പോയിട്ട് അവിടെ ജീവിക്കാനുള്ള ശക്തി ലഭിച്ചു. അതാണ് ഏലിയാവിന് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് നടന്ന് അവിടെ അവൻ ഗുഹയിൽ കടന്നു. അപ്പോൾ അവന് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി. അപ്പോൾ ഈ 40 ദിവസവും നോയമ്പെടുക്കുന്നതുകൊണ്ട് ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വസിക്കുകയാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് വസിക്കുക, ദൈവത്തിനോട് അടുത്ത് വസിക്കുകയാണ് ഉപവാസം എടുക്കുമ്പോൾ. അങ്ങനെ ഏലിയാവിന് അരുളപ്പാട് കിട്ടി. പിന്നീട് പറയുന്നത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 2-ാം തിരുവചനത്തിലാണ് നമ്മുടെ കർത്താവും 40 ദിവസം നോമ്പെടുത്തു. നമ്മുടെ കർത്താവ് 40 ദിവസം അനന്തരം ആകൽ ക്രിസ്തയാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. താൻ അവിടെ 40 പകലും 40 രാവും ഉപവസിച്ചു. ഇങ്ങനെ 40 പകലും രാവും ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ സാത്താന് ജയിക്കാനുള്ള ശക്തി കിട്ടി ദൈവത്തിന്. എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാനാണ് നമ്മൾ ഈ നോയമ്പെടുക്കുന്നത്. നോയമ്പെടുക്കുന്നതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ലെന്നല്ല. അതാണ് കർത്താവ് കാണിച്ചത്. കർത്താവ് 40 ദിവസം ഉപവാസം എടുത്തിട്ടും പിന്നാലെ നടന്ന് ചെലുത്താൻ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവനിൽ നിന്ന് രക്ഷ നേടാനുള്ള ശക്തി കർത്താവിന് ലഭിച്ചു. അതെയാണ് 40 ദിവസം നോമ്പെടുത്താൽ സാത്താനെ ജയിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അങ്ങനെ നാളെ ക്രിസ്ത്യൻസിൻ്റെ 40-ാം ദിവസം ഉപവാസം നോയമ്പ് അവസാനിക്കുന്നു. പക്ഷെ വീണ്ടും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് പീഡാനുഭവം അനുഭവിച്ചത് നമ്മൾ അതിനോട് കൂടെ താതാത്മ്യപ്പെട്ട് അതിനോട് കൂടെ കഷ്ടാനുഭവ വാരമായിട്ട് അതിനെ ആചരിക്കുന്നു. അതിനുശേഷം സ്വർഗാരോഹണം, അങ്ങനെ പല പല പെരുന്നാളുകളുണ്ട് നമ്മുടെ സഭയ്ക്ക്. ഇതെല്ലാം ഈ വചനാധിഷ്ഠിതമാണെന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് എന്തിനാണ് 40 ദിവസം നോയമ്പ് നോറ്റതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നാലേ ഉള്ളൂ നോയമ്പിനെ അതിൻ്റെ ശക്തിയോടെ അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഈ നോയമ്പ് അർത്ഥവത്തായി നോക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും.
അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.